ഹലോ, ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് ആസ് എക്സ് ഡിഫറെൻറ്റ് പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0 ആൻഡ് കമ്പ്യൂട്ട് എക്സ് പ്ലസ് 1, എക്സ് മൈനസ് 1, 1 മൈനസ് എക്സ്. ചെക്ക് വെദർ ദ ഇക്വേഷൻ ബിലോ ഹോൾ ഫോർ ഓൾ നമ്പേഴ്സ്. അതിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് കാണുക, എക്സ് പ്ലസ് 1, എക്സ് മൈനസ് 1 മൈനസ് എക്സും കാണുകയും ചെയ്യുക. മാത്രമല്ല ഈ 3 ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എക്സിന് ഈ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പേഴ്സും 0 ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻസൊക്കെ ശരിയാവുന്നുണ്ടോയെന്നും ചെക്ക് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സ് പ്ലസ് 1ഉം എക്സ് മൈനസ് 1ഉം 1 മൈനസ് എക്സും കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് എക്സിന് 1 ഇട്ട് കൊടുത്താൽ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് പ്ലസ് 1 എന്തായിരിക്കും, 1 പ്ലസ് 1 എന്തായിരിക്കും, എന്താണ് 2 അല്ലേ. ഇനി എക്സ് മൈനസ് 1, എക്സിന് 1 എടുത്താൽ 1 മൈനസ് 1 ആണ്, 0 അല്ലേ. ഇനി 1 മൈനസ് എക്സ് എന്തായിരിക്കും, 1 മൈനസ് എക്സിന് 1 ഇട്ട് കൊടുത്താൽ 1 മൈനസ് 1 എന്ന് പറയുന്നതും 0 അല്ലേ. ഇനി നമ്മൾ എക്സിന് 0 എന്ന് കൊടുത്താൽ എന്തായിരിക്കും, എക്സ് പ്ലസ് 1 എന്താവും, 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് 0 മൈനസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് 1 അല്ലേ. ഇനി 1 മൈനസ് 0 എന്താണ്, 0. ഇനിയിപ്പോൾ നമ്മൾ എക്സിന് മൈനസ് 1 കൊടുത്താലോ, എക്സിന് മൈനസ് 1 കൊടുത്താൽ എന്തായിരിക്കും, മൈനസ് 1 പ്ലസ് 1, മൈനസ് 1 പ്ലസ് 1 എന്താണ്, ഒരേ സംഖ്യ വന്നാൽ ക്യാൻസൽ ആവില്ലേ ഇത് രണ്ടും, അപ്പോൾ 0 ആയിരിക്കും. പിന്നെ മൈനസ് 1 എന്താണ്, ഒരേപോലത്തെ സൈന് വന്നാൽ നമ്മൾ ആഡ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കല്ലേ, അപ്പോൾ എന്താണ് മൈനസ് 2 ആയിരിക്കും. ഇനി 1 മൈനസ് എക്സ് എന്താണ്, 1 മൈനസ് മൈനസ് 1, രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നാൽ നമ്മൾ ആഡ് ചെയ്യാം, അപ്പോൾ എന്താണ് 2 അല്ലേ. ഇതൊക്കെ അല്ലേ. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 1 പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ഈക്വൽ ടു 2. ഇതാണല്ലേ നമ്മോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 1 പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് 1 മൈനസ് എക്സ് ഈക്വൽ ടു 2 എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ എന്തിട്ട് കൊടുക്കുക, ഫസ്റ്റ് തന്നെ എക്സിന് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിരിക്കും നോക്കുക, എന്താണ് 1 പ്ലസ് എക്സിന് 1 ഇട്ട് കൊടുക്കുക പ്ലസ് 1 മൈനസ് എക്സ് 1 മൈനസ് 1 ഈക്വൽ ടു 2. 1 പ്ലസ് 1 എന്താണ് 2 ആണ്, പ്ലസ് 1 മൈനസ് 1 എന്താണ് 0 ആണ്. അപ്പോൾ ഇത് 2 പ്ലസ് 0 എന്ന് പറഞ്ഞത് 2 തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശരിയല്ലേ. 1ൻ്റെ കേസിൽ ഇതൊരു റെഡി ആവണില്ല. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് 2 ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എക്സിന് 1 കൊടുത്താൽ ഇത് ശരിയാന്ന് നമുക്ക് കിട്ടില്ല. അതായത് നമ്മൾക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടി. നമുക്കിവിടെ 2 ആണുള്ളത്. അപ്പോൾ 1 കൊടുത്താൽ ഈ ഇക്വേഷൻ ശരിയാണ് അല്ലേ. ഇനി നമുക്ക് എക്സിന് 0 കൊടുത്ത് നോക്കാം. എക്സിന് 0 കൊടുത്ത് നോക്കുമ്പോഴോ 1 പ്ലസ് 0, നമ്മളിവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ അപ്പോൾ 0 കൊടുക്കുക, പ്ലസ് 1 മൈനസ് 0 എന്താണ് ഇത് കിട്ടുക, 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്, പ്ലസ് 1 മൈനസ് 1 എന്താണ് 1 അല്ലേ. 1 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ് 2 അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടതും 2 ആണല്ലേ. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ 0ൻ്റെ കേസിലും ഈ ഒരു ഇക്വേഷൻ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് ഒരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം, മൈനസ് 1 തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സിന് മൈനസ് 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് മൈനസ് 1 പ്ലസ് 1 മൈനസ് മൈനസ് 1 എന്താ നോക്കാം. 1 പ്ലസ് മൈനസ് 1 എന്താടാ, പ്ലസും മൈനസും അടുത്ത് വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ് 0 ആണ്, പ്ലസ് 1 മൈനസ് മൈനസ് 1 എന്താവും 1 പ്ലസ് 1 ആവൂലേ. ഇത് നമ്മൾ 1 മൈനസ് 1 ആവും, ആൻഡ് ഇത് 1 മൈനസ് 1 ആവും, ഇത് 1 പ്ലസ് 1 ആവൂലേ. അപ്പോൾ 1 മൈനസ് 1 0 ആണ്, 1 പ്ലസ് 1 2 ആണ്. അപ്പോൾ 0 പ്ലസ് 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിന് നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുക എന്താണ് 2 തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് കിട്ടുക. നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും, 2 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഈ ഒരു നെഗറ്റീവിൻ്റെ കേസിലും
ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എക്സിന് 1ഓ 2ഓ 3ഓ 4ഓ എന്തിട്ട് കൊടുത്താലും, അതുപോലെ -2 -3 എന്തിട്ട് കൊടുത്താലും നമുക്ക് ആൻസർ എന്ത് തന്നെ ആയിരിക്കും കിട്ടുക. ഈ ഒരു ഇക്വേഷനിൽ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് 2 തന്നെ ആയിരിക്കും ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബി. എന്താണ് ക്വസ്റ്റ്യൻ? എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. എന്താണ്? എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സിന് എന്തിട്ട് കൊടുക്കാം? ഒരു പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം, 1 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക നോക്കാം. എക്സിന് 1 ഇട്ട് കൊടുത്താൽ 1 മൈനസ് 1 എന്താ നോക്കുക. 1 മൈനസ് 1 എന്താണ്? 0 ആണ്. 1 മൈനസ് 0 എന്താണ്? 1 അല്ലേ? 1 ആണ്. അപ്പോൾ നമുക്കിത് റെഡി അല്ലേ? ഇവിടെ 1 ആണ് തന്നിട്ടുള്ളത്. എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടി. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ കേസിൽ ഇത് ശരിയാവുന്നുണ്ട്. ഇനി നമുക്കൊരു പോസിറ്റീവ് നമ്പറും കൂടി ഇട്ട് കൊടുക്കാം, ശരിയല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എക്സിന് 2 ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും? 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്താണ്? 2 മൈനസ് 1 എന്താണ്? 1 ആണ്. 2 മൈനസ് 1 എന്താണ്? 2 1 കുറച്ചാൽ 1. അപ്പോൾ ഈ ഒരു കേസിലും ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലേ? ഇത് ശരിയാവുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലൊക്കെ ഈ ഇക്വേഷൻ റെഡി ആവും. ഇനി നമുക്ക് 0 ഇട്ട് കൊടുത്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും നോക്കാം. എക്സിന് 0 ഇട്ട് കൊടുത്താൽ 1 മൈനസ് 0 മൈനസ് 1 എന്താണ്? 0 മൈനസ് 1 എന്താണ്? -1 അല്ലേ? അതായത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആൻഡ് 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 എന്താണ്? മൈനസും പ്ലസ് ആവും, +1. അപ്പോൾ 0ൻ്റെ കേസിലും എന്താണ്? നമുക്ക് 1 തന്നെ കിട്ടിയില്ലേ? അപ്പോൾ 0 നമുക്ക് പറയാം 0ൻ്റെ കേസിലും ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇനി നമുക്ക് ഒരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം. എക്സ് ഈക്വൽ ടു നമുക്ക് -2 ഇട്ട് കൊടുക്കാം. -2 എക്സിന് ഇക്വേറ്റ് ചെയ്താൽ എന്തായിരിക്കും? -2 മൈനസ് 1 ഈക്വൽ ടു എന്താ? 1 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. -2 മൈനസ് 1 എന്താണ്? ആഡ് ചെയ്തിട്ട് മൈനസ് കൊടുക്കുക അല്ലേ? -2 മൈനസ് 1 എന്താണ്? -3 ആണ്. പിന്നെ ഇത് എന്തായിരിക്കും? മൈനസ് ഓഫ് മൈനസ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കിതെന്താവും? പ്ലസ് ആയിട്ട് മാറൂലേ? -2 +3 എന്നാവും. ഇനി ഇത് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുക? ഈ രണ്ട് വ്യത്യസ്ത ചിഹ്നം ഉണ്ടെങ്കിൽ നമ്മൾ വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പോൾ 3 - 2 1 ആണ്. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 തന്നെ കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നെഗറ്റീവ് നമ്പറിലും ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? 1 തന്നെ കിട്ടിയില്ലേ ഇക്വേറ്റ് ചെയ്യുമ്പോൾ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പോസിറ്റീവ് നമ്പേഴ്സിനും നെഗറ്റീവ് നമ്പേഴ്സിനും 0ക്കും ഒക്കെ എന്താണ് ഈ ഇക്വേഷൻ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് കിട്ടി. ഇത് ഓക്കെ അല്ലേടാ? ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ആവാൻ വേണ്ടിയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ ഒന്നും കൂടെ ഇങ്ങനെ മനസ്സിലാവില്ലേ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ? ഇത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് സി നോക്കാം. സി എന്താണ്? 1 മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ആണ് പറഞ്ഞത്. 1 മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ആണ് പറഞ്ഞത് അല്ലേ? നമുക്ക് ഈ ഇക്വേഷനാണ് നമുക്ക് ചെയ്ത് നോക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് എക്സിന് പോസിറ്റീവ് നമ്പറായ 1 ഇട്ട് കൊടുക്കാം. പോസിറ്റീവ് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ചെയ്ത് നോക്കുമ്പോൾ 1 മൈനസ് എക്സിന് വാല്യൂ കൊടുക്കുക 1 ഈക്വൽ ടു മൈനസ് ഓഫ് 1 മൈനസ് 1. 1 മൈനസ് 1 എന്താടാ? 0 അല്ലേ? മൈനസ് ഓഫ് 0 എന്താണ്? 0 തന്നെയല്ലേ? അപ്പോൾ 0 ഈക്വൽ ടു 0. അപ്പോൾ എന്തായി? നമുക്ക് ഈ രണ്ട് ഭാഗവും ഈക്വൽ ആയിട്ട് കിട്ടി. ഇവിടെ നമ്മുടെ നല്ല പറഞ്ഞിട്ട് ഈ രണ്ട് ഭാഗവും ഈക്വൽ ആണ്. 1 മൈനസ് എക്സും മൈനസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിവിടെ രണ്ടും 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. എക്സിന് 0 ഇട്ട് കൊടുത്താൽ എന്താ നോക്കാം. എന്താണ് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 1 മൈനസ് 0 ഈക്വൽ ടു മൈനസ് ഓഫ് 0 മൈനസ് 1. 1 മൈനസ് 0 എന്താടാ? 1 ആണ്. ഇനി മൈനസ് ഓഫ് 0 മൈനസ് 1 എന്താണ്? 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് 1 തന്നെയാണ്. -1 ഇൻറ്റു -1 അതായത് മൈനസും പ്ലസ് ആവും. 1 ഈസ് ഈക്വൽ ടു 1 കിട്ടില്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 0 ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗവും റെഡിയാണ്. 1 ഈസ് ഈക്വൽ ടു 1. ഇത് രണ്ടും 1 തന്നെയാണ് നമുക്ക് കിട്ടിയത് 0 ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0ൻ്റെ കേസിലും
ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയല്ലേ. ഇനി നമുക്കൊരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം. നമുക്ക് -1 തന്നെ ഇട്ട് കൊടുക്കാം. x = -1 തന്നെ കൊടുക്കാം. 1 - -1 = -1 - 1 സോറി -1 -1 +1 ആവൂലേ, പ്ലസ് ഇത് പ്ലസ് ആവും, അപ്പോൾ 1 + 1 ആവും. ആൻഡ് -1 എന്താടാ -2 അല്ലേ, -2 എന്നാവൂലേ. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. -2 എന്ന് പറയുന്നത് എന്താണ്, 2 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2 = 2 എന്ന് കിട്ടി. അതായത് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഏത് മൈനസ് സംഖ്യ ഇട്ട് കൊടുത്താലും ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. നമുക്കിനി ഏത് മൈനസ് സംഖ്യ ഇട്ട് കൊടുത്താലും ഇത് ശരി തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ചെറിയ സംഖ്യ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതും അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ എക്സിനും വൈനും വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷനൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക, ഇക്വേഷനൊക്കെ ശരിയാവണുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് x + y x - y ഫസ്റ്റ് നമുക്ക് എ പാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. എ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്, എക്സ് നമുക്ക് x = 1 y = 2 എന്നിട്ട് കൊടുക്കാം. x 1 y 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ റെഡി ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങോട്ടേക്ക് ചെയ്യാം. x = 1 y = 2 എന്നും നോക്കുമ്പോൾ ഈ ഫസ്റ്റത്തത് റെഡി ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ എക്സിന് 1 ഇട്ട് കൊടുക്കാം. 1 + 2 മൈനസ് എക്സ് എന്താണ് 1. അപ്പോൾ ഇതെന്താ കിട്ടുന്നത് നോക്കാം. 1 + 2 എന്താണ് 3 അല്ലേ, -1 ഉണ്ട്. അപ്പോൾ എന്താണ് 2 - 3 - 1 എന്ന് പറയുന്നത് 2 അല്ലേ. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് x + y - x = y കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 എന്ന് പറയുന്നത് y അല്ലേ, 2 = y അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 = y y = 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ശരിയാണെന്ന് നമുക്ക് കിട്ടില്ലേ, ഇല്ലേ. ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടി, വൈന് ഈക്വലാന്ന് കിട്ടി, 2ക്ക് ഈക്വലാന്ന് കിട്ടിയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് എക്സിന് x = ഒരു -1 y = ഒരു 0 ആണെങ്കിൽ ഇത് റെഡി ആവുന്നുണ്ടോ നോക്കാം. നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പം എന്താണ്, x - -1 + 0 -1 എന്താണ് കിട്ടുന്നത് നോക്കാം. നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്, അതായത് y ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. -1 + 0 എന്താടാ -1 ആണ്. -1 എന്ന് പറയുന്നത് +1 ആണ്. -1 + 1 എന്താണ് 0 അല്ലേ. അപ്പോൾ നമുക്കിത് കിട്ടില്ലേ. ഇത് ഈ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് 0 ഈക്വലാണെന്ന് കിട്ടി. 0 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ y എന്ന് പറയുന്നത്. നമ്മൾ yക്ക് ഈക്വൽ ആയിട്ടാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ ഏതൊരു സംഖ്യ എടുത്താലും നമുക്ക് ഇതന്നെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് രണ്ടും നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം. നമുക്ക് എക്സിന് ഒരു -2 y ഒരു -3 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ -2 + -3 -2 എന്നുണ്ടാവില്ലേ. ഇത് നമ്മൾക്ക് -3 കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അതായത് yക്ക് ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ -2 + -3 എന്ന് പറഞ്ഞാൽ എന്താണ്, -3 അല്ലേ, പ്ലസും മൈനസും മൈനസ് ആണ്. ഓക്കെ, ഇനി -2 എന്ന് പറഞ്ഞാൽ +2 അല്ലേ. ഇനി -2 -3 എന്താണ്, രണ്ടും ഒരേപോലത്തെ ചിഹ്നം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ 5 -5 ആണ് +2. -5 + 2 എന്താണ്, വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. 5ന്നും 2 കുറച്ചാൽ 3 ആണ്, വലുത് -3 ആണ്. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി, -3 കിട്ടേണ്ടതെന്ന് കിട്ടിയില്ലേ. -3 ആണ് നമ്മുടെ y എന്താണ്, -3 ആണ്. അപ്പോൾ ഇത് yക്ക് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഏതൊരു സംഖ്യ ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷൻ റെഡിയാണ്. ഇനി നമുക്ക് ബി നോക്കാം. ബി എന്താണ് പറഞ്ഞിട്ടുള്ളത്, x + y - y = x. x + y എന്താണ്, നമുക്ക് എക്സിന് x = 1 y = 2 കൊടുത്താൽ ഇത് 1 ആണ്. ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x അതായത് 1 ആണോ കിട്ടുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, 1 + 2 -2 എന്താ നോക്കുക. 1 + 2 എന്താണ് 3 ആണ്, -2 3ന്ന് 2 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ, 1 കിട്ടില്ലേ. അപ്പോൾ ഈ പാർട്ട് എന്താണ്, റൈറ്റ് സൈഡ് നമുക്കുള്ളത് x = 1 ആണ്. അപ്പോൾ x = 1 ആണ്, നമുക്കത് കിട്ടില്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. x = -1 y = -2 ആണെങ്കിൽ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം.
എന്താണ് എക്സിന് -1 കൊടുത്താൽ -1 പ്ലസ് -2 മൈനസ് വൈ എന്താണ് -2 അല്ലേ, -2 -1 പ്ലസ് -2. അപ്പോൾ ഇതെന്താവും പ്ലസ്സും മൈനസും മൈനസ് ആവൂലേ, -1 -2 എന്നാവും. മൈനസ് ഓഫ് -2 എന്താടാ +2 അല്ലേ, പോസിറ്റീവ് മൈനസും മൈനസും പ്ലസ് ആവൂലേ, ഇവിടെ പ്ലസ്സും മൈനസും മൈനസ് ആവും. -1 -2 എന്താണ് -3 ആണല്ലേ. -3 + 2 -3 + 2 വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് -1 നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് എന്താണ് കിട്ടേണ്ടത്, എക്സ് ആണ് കിട്ടേണ്ടത്. എക്സ് -1 ആണ് നമുക്ക് കിട്ടി. ഇത് ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇതും ഹോൾഡ് ചെയ്യേണ്ടെന്ന് കിട്ടിയില്ലേ. ഇനിയിപ്പോൾ നമ്മൾ എക്സിന് 0 വൈക്കും 0 തന്നെ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുകയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 + 0 - 0 = 0 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതും അതെന്താണ് എക്സ് തന്നെയാണെന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിനും 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 0 തന്നെ കിട്ടി. അപ്പോൾ ഇതും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സിനൊക്കെ ഏതൊരു സംഖ്യ 2 സംഖ്യ ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷനൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടിയല്ലേ. ഇനി സി പാർട്ട് നമ്മൾ കാണാനുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇത് ഇതുപോലെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ വാല്യൂസ് ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് പറയണത്. അപ്പോൾ ഇത് സെറ്റല്ലേ.